ഹായ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും മക്കളും ശിവരാത്രിയോട് അടുത്തുള്ള ദിവസം ഒന്ന് വീട്ടിൽ വന്നായിരുന്നു കേട്ടോ. വീട്ടിലെപ്പോൾ വന്നാലും ഞങ്ങൾ ഒന്ന് പാടത്ത് പോവുക പതിവാണ്, പ്രത്യേകിച്ചും കൃഷി ഇറക്കിയിരിക്കുന്ന സമയമായതിനാൽ. നെല്ല് വിതച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി, ഇപ്പോൾ കതിരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളം കയറ്റേണ്ട സമയമായതുകൊണ്ട് അവൻ മുട്ട് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നേ, വെള്ളം പാടത്ത് കയറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അടയ്ക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും പറഞ്ഞ്, അപ്പോൾ ഞങ്ങളും വരാം പാടത്തേക്ക്, ഞങ്ങൾക്കും അതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി പാടത്തേക്ക് പോയി. അവൻ പാടത്ത് എല്ലായിടത്തും വെള്ളമായിട്ടുണ്ടോ എന്നൊക്കെ വരമ്പത്തൂടെ ഇറങ്ങി നടന്ന് നോക്കുന്നുണ്ടായിരുന്നു. എല്ലാം കതിര് വന്ന് നല്ല ഭംഗിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞ് എല്ലാ പാടശേഖരവും കാണാനായിട്ട്. അച്ഛനുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോകുമായിരുന്നു. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ കൃഷി. ആഗ്രഹിച്ച് മേടിച്ചതാണ് ഈ പാടമൊക്കെ. അവൻ മുട്ടടക്കിയാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ വഴിയാണ് നമ്മൾ പാടത്തേക്ക് കയറ്റുന്നത്. രണ്ട് വശത്തുള്ള പാടത്തിന് നടുക്കുകൂടി ഒരു തോട് പോകുന്നുണ്ട്. അപ്പോൾ ആ തോടിന് കുറുകെ മുട്ടിടും. മുട്ടിട്ടതിന് ശേഷം വെള്ളം തടഞ്ഞു നിർത്തിയിട്ടാണ് പാടത്തേക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ഈ വഴി നമ്മൾ കയറ്റുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമായി കഴിയുമ്പോൾ നമ്മളത് അടച്ചു കൊടുക്കും. കണ്ടോ, നമ്മുടെ നെല്ലൊക്കെ കതിരായി നിരന്ന് തുടങ്ങി. ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഇത് ഒന്ന് കതിരൊക്കെ ഒന്ന് വളഞ്ഞ് വരാൻ തുടങ്ങും. ഇപ്പം തന്നെ നല്ല ഭംഗിയിലാണ് നമ്മുടെ നെല്ലൊക്കെ നിൽക്കുന്നത്. ഈ സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ആ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് ഈ നെൽകൃഷിയും. എന്തു തന്നെ കൃഷി ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. നല്ല കാറ്റാണ് ഈ സമയത്ത് പാടത്ത് ചെന്ന് കഴിഞ്ഞെന്നാൽ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ കുറേ സമയം വന്ന് പാടത്ത് ഇരിക്കുമായിരുന്നു, അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട്. നല്ല ഒരു സുഖമുള്ള ഒരു അന്തരീക്ഷമാണ്. മനസ്സിനൊക്കെ നല്ല കുളിർമയേകുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞെന്നാൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പാടത്തൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് അതുവഴി ഒരു ട്രെയിൻ പോയേ. എപ്പോഴും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ഉണ്ടാകും. നമ്മുടെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ, പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വരുമ്പത്ത് അങ്ങനെ നിൽക്കുകയാണ്, ട്രെയിനും വരുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ ധ്രുവക്കുട്ടൻ ഏതാണ്ടൊക്കെ പറിച്ച് പുല്ലോ ഒക്കെ പറിച്ച് തരുന്നുണ്ട്. അങ്ങോട്ട് ട്രെയിൻ പോകുന്നുണ്ട് ഇപ്പോഴേ. ഞങ്ങളവിടെ നിന്ന് ട്രെയിനിന് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒന്നും കാണാനൊന്നും പറ്റത്തില്ല, എന്നാലും നമ്മളിങ്ങനെ ട്രെയിൻ പോകുമ്പോൾ ടാറ്റയൊക്കെ പണ്ട് കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അടുത്താണെങ്കിൽ അതിലിരിക്കുന്ന യാത്രക്കാർ നമുക്ക് തിരിച്ചും ടാറ്റയൊക്കെ തരുവേ. അതൊക്കെ ചെറുതിലത്തെ ഒരു ഓർമ്മകളാണ്. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഏതാണ്ട് നെല്ലൊക്കെ വിളവായി തുടങ്ങും. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കൃഷി ഇറക്കിയിരിക്കുന്നതുകൊണ്ട് കൊയ്ത്ത് മെഷീൻ വരികയും എല്ലായിടത്തും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും കൊയ്ത്തൊക്കെ ശരിക്കും ഒരു ഉത്സവം തന്നെയാണ്. ഇപ്പോൾ ഈ മെഷീനൊക്കെ ആയതുകൊണ്ടുള്ള ഒരു എളുപ്പമുണ്ട്. നേരത്തെ ആളുകളായിരുന്നു നിന്ന് കൊയ്യുന്നതും മെതിക്കുന്നതുമൊക്കെ. നമ്മൾ വെച്ചിരിക്കുന്ന ആ സൈഡിൽ വെച്ചിരിക്കുന്ന തെങ്ങിലൊരു ചെല്ലി ഉണ്ടായിരുന്നു. കയ്യിൽ ഉപകരണമൊന്നും ഇല്ലാഞ്ഞിട്ടും ഒരു കമ്പ് കഷ്ണം എടുത്ത് അതുകൊണ്ട് തോണ്ടി അവൻ ആ ചെല്ലിയെ വെളിയിലിട്ട് കേട്ടോ. എന്നിട്ട് അതിനെ കണ്ടോ, അത് വലിയ ചെല്ലിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ട ചൊട്ടയാണ്. അതിൽ ഒരു 3-4 വെള്ളക്കാ വീതമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. തൈയാണത്, മക്കളുടെ പൊക്കേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിലൊക്കെ കരിക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. പാടത്തായതുകൊണ്ട് എല്ലാവരും ഒക്കെ നടന്നു വരുന്ന വഴിയാണ്. ഇത് നമ്മുടെ അയൽവക്കത്തുള്ള ചേച്ചിയാണ്. ആ ചേച്ചി എപ്പോഴും പാടത്ത് വരും, ചൂട്ടും മടലും ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് പാടത്തൊക്കെ വരുന്ന ചേച്ചിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ചെറിയ വെയിലും ഒക്കെ ഉണ്ടായിരുന്നു, കാറ്റുള്ളത് കൊണ്ട് നല്ല സുഖമാണ്. എന്നാലും ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുകയാണ്. വരമ്പത്ത് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. പയറും ചീരയും വെള്ളരിയൊക്കെ ഉണ്ട്. ഇതൊക്കെ നിറച്ച് എല്ലാ വരമ്പത്തും ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല, ചിലർ മാത്രം പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യും. അത് തിരിച്ച് നമ്മുടെ പറമ്പിലോട്ട് വന്നപ്പോൾ അവിടെ സപ്പോട്ടയിൽ നിറച്ച് കായ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ബ്രദർ പറയുന്നത്, ഇത് കുറച്ച് പറിച്ചുകൊണ്ട് പോകും നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അവൻ അത് പറിക്കുന്നുണ്ടേ. അത് നമുക്ക് കിട്ടത്തില്ല, പറിച്ച് നേരത്തെ വെച്ചില്ലെങ്കിൽ വവ്വാലൊക്കെ
കടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് കുറച്ച് പറിച്ച് എടുക്കുകയാണ് അവൻ. ഞങ്ങൾക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ്. ഏറെ കായുണ്ടാവും തേൽ. പശയുള്ളത് അത്ര മൂത്തിട്ടില്ല, 2 ദിവസം കൊണ്ടേ പഴുക്കുകയുള്ളൂ. പശ ഇല്ലെങ്കിലാണ് പാകം എന്നാണ് ഇപ്പോൾ അവൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റ.